കഅബ മന്ദിര വാതിൽ കലണയും ദുൽഹജ്ജ് മാസമേ വന്നാലും തൗബയിൽ മുങ്ങിയ കൽബുകളകിലം സംസമിൽ കഴുകിത്തുടച്ചാലും സംസമിൽ കഴുകി തുടച്ചാലും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. എന്റെ നിലാവിലെ തേനിശലേ, എന്നോടിനിയും ഇഷ്ടം കൂടാൻ പോരണതെന്നാണ് അല്ലിമലർ കിളിപ്പൂങ്കുയിലേ അരിമുല്ലപ്പൂവിനഴകെ. ഞാനിപ്പം 11-12 വർഷമായി മാപ്പിളപ്പാട്ട് ഫീൽഡിൽ സജീവമായിട്ട്. പിന്നെ പലരും ചോദിക്കാറുണ്ട്, പുതിയ പാട്ടുകാർ വന്ന് ഷെരീഫൊക്കെ വലിയ അടിയായിരിക്കുമല്ലോ. എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്, സിംഗിങ് ഉണ്ട്. അതെനിക്ക് അങ്ങനെയുള്ള വിശ്വാസമുണ്ട്. ഇന്നലെ രാവിലൻ മാറത്തുറങ്ങിയ പൊന്മണി പൂങ്കുയിലെവിടെ, പൊന്മണി പൂങ്കുയിലെവിടെ. ജീവന്റെ താമര താരിൽ തുളുമ്പിയ രാഗസുധാരസം എവിടെ, രാഗസുധാരസമെവിടെ. പാതിരപ്പൂ മരത്തിൽ താരകപ്പൂ വിരിഞ്ഞു, പാതിരപ്പൂ മരത്തിൽ താരകപ്പൂ വിരിഞ്ഞു. എൻ മനോവാടിയിലേ നീയെന്ന പൂ കൊഴിഞ്ഞു, എൻ മനോവാടിയിലേ നീയെന്ന പൂ കൊഴിഞ്ഞു, നീയെന്ന പൂ കൊഴിഞ്ഞു, നീയെന്ന പൂ കൊഴിഞ്ഞു. പ്രണയിക്കാത്ത ആരല്ലേ? എല്ലാവരും പ്രണയിക്കല്ലേ. എനിക്ക് ഫാത്തിമ എന്ന പറഞ്ഞ പാട്ട് തന്നെ കിട്ടിയത്. ഞാൻ പ്രണയിച്ച പേരും കാര്യമൊന്നും പറയുന്നില്ല, വളരെ കാര്യത്തെയാണ്. 9 വർഷമായി പ്രണയിക്കുന്നു. സലീം ചെറുപ്പം മുതലേ വളരെയധികം കുരുത്തം കെട്ട് നടന്നിരുന്നതാണ്. പല ജോലിയിലും കൊണ്ടാക്കും, എന്ത് ജോലിയെന്നും പിറ്റേ ദിവസം പോരും. 19 വയസ്സായിട്ടുള്ളൂ. അപ്പോഴത്തേനും അവനക്ക് കല്യാണം കഴിക്കേണ്ടി വന്ന് എല്ലാ പെൺകുട്ടികൾക്കും എഴുതി കൊടുത്തിട്ട്. അത് വായിക്കാനൊന്നും കിട്ടില്ല, വല്ല പേരുടെ ഇളയല്ല, വല്ല ബെഡിന്റെ ചോട്ടില്ല. അത് പെണ്ണിന് എഴുതി കൊടുക്കും. എന്തെന്നാന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾ ചെറുപ്പം കുട്ടികളല്ലേ. മനസ്സിന്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്, കഥ പറയാൻ കൂട്ടിനായി കാത്തിരുന്നൊരു പെണ്ണുണ്ട്. ഞാൻ സി കെ കരീം, ജാഫർ വടകരയുടെ ഫാദറാണ്. ഇഷ്കിൻ നിലാക്കിളി എന്ന പാട്ടാണ് ആദ്യം തന്നെ കാസറ്റിൽ പുറത്തു വന്നത് കാണാൻ വേണ്ടി സാധിച്ചത്. വളരെ ഞാൻ അവൻ്റെ ഫാദറായതുകൊണ്ട് പറയുകയല്ല, പൊതുവിൽ തന്നെ ഒരു പാടി പരിചയമുള്ള ഒരു ഗായകൻ്റെ പാട്ടായി ആസ്വാദകരൊക്കെ അതിനെ സ്വീകരിച്ചതായിട്ടും നല്ല ഒരു അഭിപ്രായം സംഗീത രംഗത്തും സുഹൃ വലയങ്ങളിൽ നിന്നും ആ പാട്ടിനെ സംബന്ധിച്ച് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയും കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെയധികം ഒരു സന്തോഷമുള്ള കാര്യമാണ്. സംഗീത ലോകത്തിന് എന്തെങ്കിലും ഒരു ചെറിയ സംഭാവനകൾ അർപ്പിക്കുവാൻ അവന് സാധിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷാർഹമായ ഒരു കാര്യമാണ്. എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനം കുടുംബത്തിൽ നിന്നും സുഹൃ വലയത്തിൽ നിന്നും സംഗീത പ്രേമികളിൽ നിന്നും എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനവും അവനുണ്ടാകണം എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
അതുപോലെ തന്നെ ഉപ്പാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ശരിക്കും കല്യാണം കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ പ്രോത്സാഹനം കിട്ടിയില്ലെങ്കിലോ? പാടുന്നുണ്ട്, പക്ഷേ ഇനി കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് പാടാൻ. പിന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, അതൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണം. എക്സ്പെക്റ്റേഷൻസൊക്കെ എത്രത്തോളം ആവുമെന്ന് പഠിച്ചും കണ്ട് അറിയണം. എന്നെ പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇപ്പോൾ പാടിയത് മക്കാമണിൽ ഇഷ്ടപ്പെട്ട പാട്ടാണ്. പിന്നെ പാൽനില പുഞ്ചിരി ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പാട്ടാണ്. എത്തി മിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിൽ അത്താഴം. എന്നും നിനക്കായി പാടാം. ഞാൻ ഫിറോസ് നാദാപുരം. ആദ്യ ഗാനം ഞാൻ തന്നെ സ്വന്തമായി വരികൾ എഴുതി സംഗീതം ചെയ്ത് പാടിയ ലൈല ലൈല നീയൻ ഖൽബ ഞാനും നീയും പണ്ടേ മുഹബത്ത്. പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ലൈല ലൈല നീയൻ ഖൽബ എന്നുള്ള ഗാനം ഷാഫിയാണ് പാടിയതെന്ന് പ്രേക്ഷകർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതുകൂടെ ഇതിലൂടെ തിരുത്താൻ സാധിച്ചത് വളരെ സന്തോഷം. ഇതെൻ്റെ ഉപ്പയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമെന്ന് വെച്ചാൽ ഉപ്പയുടെ മുന്നിൽ എനിക്ക് പാടാൻ കഴിഞ്ഞില്ല. ഞാൻ എത്രത്തോളം ഒരുപാട് പേരെന്നെ പറ്റി അറിഞ്ഞു, പക്ഷേ ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് കേൾക്കുന്നുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും വലിയ ദുഃഖം എൻ്റെ ഉപ്പാൻ എനിക്ക് കാണാൻ പറ്റില്ല. സാറിൻ്റെ വോയിസ് എന്ന് പറയുമ്പോൾ ഒരു നാരായണൻ്റെ അതേ വോയിസാണ്. ഓ ദുനിയാ കേ രഖ്വാലേ സുൻ ദർദ് ബരെ മേരെ നാലേ സുൻ ദർദ് ബരെ മേരെ നാലേ. അയ്യൻ്റെ പ്രിയമുള്ള അയ്യൻ്റെ അച്ഛാമേതുമെ കണ്ടപ്പോൾ ഞാനാകെ കോരിത്തരിച്ചു പോയി. എവിടെ എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എതിർത്താലും അയ്യൻ്റെ ലോകനാർക്കവലന്മാരെ മരിച്ചുപോയ അയ്യൻ്റെ കുഞ്ചാക്കുകയാണ് സത്യം. ആ ഒന്ന് തിരിച്ച് എനിക്ക് അയ്യൻ്റെ മണ്ടിപ്പിന്നെ അങ്ങനെയല്ല ഇങ്ങനെ. നീ കൊടുക്കത്ത ഗ്ലാമറാടാ പന്തിയുടെ പോലെ. നിന്റെ പെങ്ങളോടുള്ള എൻ്റെ പെരുമാറ്റം, നിന്റെ പെണ്ണിനോടുള്ള എൻ്റെ പെരുമാറ്റത്തെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ഞാൻ സൂറി പറയാം, അവളോട് കാല് പിടിച്ച് സൂറി പറയാം. നീ കൊടുക്കത്ത ഗ്ലാമറാടാ പന്തിയുടെ പോലെ. കരുതമ്മേ, അന്ന് നിന്നെ കടാപ്പുറത്ത് വെച്ച് കണ്ടപ്പോ നീ എന്നോട് പറഞ്ഞു തും മേരെ സാത്ത് ആ രഹേ. ഇപ്പൊ നീ പറയുന്നു തും ജാവോ മേ നഹീ ആതി. മേ ക്യാ കരും? ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി മരിക്കും. കരുതമ്മ തും കഹാ മേ യഹാ. എടാ തെണ്ടി, ഈ തങ്കപ്പനല്ല പൊന്നപ്പൻ. എടാ എൽഡോ, അവന്റെ കാല് തല്ലി ഓടിക്കടാ. ഹായ്, ഞാൻ ഷാഫി കൊല്ലം. നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം കൊണ്ട് ഇന്ന് ഒരു ഗായകൻ എന്ന ലെവലിൽ അറിയപ്പെടാൻ സാധിച്ച എനിക്ക് മാത്രമല്ല കേരളത്തിലെ ഒരുപാട് ഗായകർക്ക് സാധാരണ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതിലുപരി നിങ്ങളറിയാതെ പോയ ഞങ്ങളുടെ ജീവിത പശ്ചാത്തലങ്ങളെക്കുറിച്ച് പറയാൻ, മനസ്സ് തുറന്നുകൊണ്ട് പറയാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കായിരുന്നു. സത്യത്തിൽ അതിനുവേണ്ടി ഒരു വേദി ഒരുക്കി ഇങ്ങനെ ആരും ചിന്തിക്കാത്ത രീതിയിൽ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ജനങ്ങളോട് പറയാനുള്ളതും ഒരുപാട് പ്രേക്ഷകർക്ക് ഞങ്ങളെക്കുറിച്ച് അറിയാനുള്ളതും കേൾക്കാനുള്ളതുമായ കാര്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടും കേൾപ്പിച്ചുകൊണ്ടും കാണിച്ചുകൊണ്ടും ഇത്രയും നല്ലൊരു ദൃശ്യ വിസ്മയം കാഴ്ചവെക്കാൻ മുന്നോട്ട് വന്ന അബ്ബ മ്യൂസിക്സിനും ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ പ്രിയ സുഹൃത്ത് അഹദിനുമൊക്കെ ഒരുപാട് നന്ദി ആദ്യം അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനൊരു സംരംഭം ഉണ്ടാക്കി കൊണ്ടുവന്നതിനെ അനുകരിച്ചാലും ഞാൻ പറയുന്നത് ആദ്യം ഉണ്ടായത് അല്ലെങ്കിൽ ഉസ്താദ് എന്ന് പറയാൻ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നത് ഈ ഒരു സംരംഭമായി തീരട്ടെ. എല്ലാവിധ ആശംസകളും എൻ്റെ ഭാഗത്തു നിന്ന്. അതുപോലെ എല്ലാ കലാകാരന്മാരുടെയും ജീവിത പശ്ചാത്തലങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കാൻ ഇവർ കാണിച്ച ഈ ഒരു സന്മനസ്സിൽ എല്ലാവിധ നന്ദിയും ഭാവങ്ങളും ഞാൻ